നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ ഗൂഗിൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇങ്ങനെ ലോഗിൻ ചെയ്ത ജിമെയിൽ അക്കൗണ്ടിൽ നമുക്ക് ഒരുപാട് ഫീച്ചറുകൾ, ഗൂഗിളിൻ്റെ തന്നെ ഒരുപാട് ഫീച്ചറുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഗൂഗിൾ ഫോട്ടോസ്, അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ്, ഇത്തരത്തിൽ ഗൂഗിളിൻ്റെ ഒരുപാട് ഫീച്ചറുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്കൊരു മെയിൽ ഐ ഡിയിൽ 15 GB ആണ് ഗൂഗിൾ ഫ്രീ ആയി തരുന്നത്. അധികവും നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ ഫോട്ടോ, വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റോറേജ് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ ഇത്തരത്തിൽ നമ്മുടെ സ്റ്റോറേജ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഗൂഗിളിൻ്റെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിലുണ്ടാകും. അപ്പോൾ അതൊക്കെ കണ്ടെത്തി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആക്കി വെക്കാനോ, കൂടുതൽ 15 GB എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ അധികം ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഗൂഗിളിനകത്തുള്ള ആ ഫീച്ചറുകൾ ഉപയോഗിക്കുക, ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തോടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണുന്ന മാനേജർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഏറ്റവും മുകളിൽ കുറേ ടാഗുകൾ കാണും. ഇതിൽ ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ആൻഡ് ഡിലീറ്റ് യുവർ ഡാറ്റ എന്ന്. തൊട്ട് താഴായിട്ട് ഡിലീറ്റ് ഗൂഗിൾ സർവീസ് എന്ന് കാണും, നമ്മളത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഒരു ഫിംഗർ ലോക്കോ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ക്രീൻ ലോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഗൂഗിളുമായി കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ആപ്പുകളും ഏതൊക്കെയാണ് നമ്മുടെ മൊബൈൽ ഫോണിലുള്ളത് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. യൂട്യൂബിൽ 1 വീഡിയോ അപ്ലോഡ് ആയിട്ടുള്ളൂ. ജിമെയിൽ 1487 മെസ്സേജുകളുണ്ട്. ഇങ്ങനെ ഓരോന്നും കാണാൻ സാധിക്കും. ആവശ്യമില്ലാത്ത ഈ ഡിലീറ്റ് ബട്ടൺ ഇതുപോലെ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. ഇവിടെ എസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് പ്ലേ ഗെയിം എന്നുള്ള ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് കൊടുത്താൽ മതി. ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഗൂഗിൾ അക്കൗണ്ടുകൾ ഇതിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചില മൊബൈൽ ഫോണിലൊക്കെ ഇതിനകത്ത് കൂടുതൽ അക്കൗണ്ടുകൾ കാണാൻ സാധിക്കും. ആവശ്യമില്ലാത്ത ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.